എന്തായി? ആ രാജീവ് എന്ത് പറഞ്ഞു? നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മൂർത്തി പോലീസ് സ്റ്റേഷനിലില്ല. അത് ശരി. അപ്പോ രാജീവ് ഇറങ്ങി കളിക്കുകയാണല്ലേ? അതെ, ജാമ്യാപേക്ഷയുമായി ചെന്ന എനിക്കും കിട്ടി കണക്കിന് പരിഹാസം. സാരമില്ല, കോടതിയിൽ ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ പറയിപ്പിച്ചോളാം. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അപ്പൊ തന്നെ വിട്ടേച്ചെന്നാണ് പോലീസ് പറയുന്നത്. അത് പോലീസ് പറയുന്നതല്ലേ, സത്യം എന്താന്ന് ആർക്കറിയാം? എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ മാഡം പറഞ്ഞതുപോലെ രാജീവ് അതിബുദ്ധി പ്രയോഗിക്കുകയാണ്. മൂർത്തി ഇപ്പോഴും അയാളുടെ ഏതെങ്കിലും കേന്ദ്രത്തിൽ തന്നെ കസ്റ്റഡിയിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യണം. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മൂർത്തിയെ മർദ്ദിച്ച് കൊന്നു എന്ന് നമുക്ക് സംശയമുണ്ടെന്ന് കോടതിയെ ധരിപ്പിക്കണം. അങ്ങനെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കണം. രാജീവ് തന്നെ മൂർത്തിയെ കോടതിയിൽ കൊണ്ടുവരും. അവിടെ നിന്ന് നമുക്ക് മൂർത്തിയെ ജാമ്യത്തിലെടുക്കാം മാഡം. അതല്ലാതെ വേറെ ഒരു വഴിയില്ല. മൂർത്തിയെ രഹസ്യമായി പാർപ്പിച്ച് ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് രാജീവ് മറ്റെന്തോ കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കൊന്നറിയണം. എന്താ മാഡം പതിവില്ലാതെ ഈ രാത്രി? ഉറക്കത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സാറെന്താ ഒളിച്ചു കളിക്കാണോ? ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ, ഇപ്പോ നേർക്കുനേരെയല്ലേ ഗെയിം. അറസ്റ്റ് രേഖപ്പെടുത്താതെ മൂർത്തിയെ കസ്റ്റഡിയിൽ വെച്ച് എന്നെ പൂട്ടാന്നാണോ നിങ്ങൾ കരുതുന്നേ? അയ്യോ, മാഡം കണ്ടുപിടിച്ചളഞ്ഞല്ലോ. ആരാ മാഡത്തിന് രഹസ്യം പറഞ്ഞെന്ന്? കൂടെ 24 മണിക്കൂർ നടക്കുന്ന ആ വക്കീലാണോ, അതോ എന്റെ പിന്നാലെ രഹസ്യം ചോർത്താൻ നടക്കുന്ന നിങ്ങളുടെ പുതിയ ഗുണ്ട സന്ദീപോ? പരിഹസിക്കണ്ട. അന്യായമായി മൂർത്തിയെ കസ്റ്റഡിയിൽ വെച്ച് ഉപദ്രവിച്ചാൽ കോടതിയിൽ നിങ്ങളതിന് മറുപടി പറയേണ്ടി വരും. എന്താ മേഡം ഇതൊക്കെ? ഈ ചെറിയ കാര്യത്തിനൊക്കെ കോടതി പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? അല്ലാതെ തന്നെ തീർക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. മൂർത്തി എവിടെ? ഓ, അതാണ് ഇത്ര നേരം മേഡം ചോദിച്ചുകൊണ്ടിരുന്നത്. കൊള്ളാം മേഡം അവന്തിക, മൂർത്തിയെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തെന്നുള്ള സത്യമാണ്. പക്ഷേ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു 10 മിനിറ്റ് ഞാൻ അവനോട് ചില കാര്യങ്ങൾ ചോദിച്ചു. ചിലതിനൊക്കെ അവൻ മറുപടി പറഞ്ഞു, ചിലതൊക്കെ അവൻ ഒളിപ്പിച്ചു. ഒടുവിൽ എനിക്ക് മനസ്സിലായി അവനെ പിടിച്ചു വെച്ചിട്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ലെന്ന്. അതുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ അവനെ എന്റെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചു. ആ രേഖകളെല്ലാം പോലീസ് സ്റ്റേഷനിലുണ്ട്. CCTV തപ്പിയാൽ അവൻ പോകുന്നതിന്റെ വിഷ്വലും കിട്ടും. കള്ളം പറയരുത്. 10 മിനിറ്റ് ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിൽ പിന്നെ മൂർത്തി എവിടെ? എങ്ങോട്ട് പോയി? ഓ, അത് ശരി. അപ്പോ മൂർത്തിയെ കാണാനില്ല. ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ മേഡം പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി എഴുതി തന്നാ മതി. മൂർത്തിയെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരാം. എന്താ, മതിയോ? പരിഹസിച്ചത് മതി.